വയനാട്ടിൽ അധികമാരും എത്തിപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് നമ്മൾ നിൽക്കുന്നത്. മുനീശ്വരൻ കുന്ന് എന്നാണ് ഇതിൻ്റെ പേര്. മാനന്തവാടിക്കടുത്ത് തലപ്പുഴയിലാണ് ഈ മുനീശ്വരൻ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. തലപ്പുഴയിൽ നിന്നും 5 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ മക്കിമല എന്ന സ്ഥലത്തെത്തും. ഈ മക്കിമലയിൽ നിന്നാണ് ഈ മുനീശ്വരൻ കുന്നിൻ്റെ മുകളിലേക്ക് മണ്ടയ്ക്കുള്ള ഓഫ് റോഡുകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് മക്കിമലയിൽ നിന്നാണ്. മക്കിമലയിൽ നിന്നും മുനീശ്വരൻ കുന്നിലേക്ക് പോകുന്ന ഓഫ് റോഡാണിത്. അപ്പം ഇവിടെ റോഡ് നിറയെ കരിങ്കൽ ചീളുകളും പൊടിമണ്ണൊക്കെ നിറഞ്ഞ റോഡാണ്. ശരിക്കും ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ കൂടെയാണ് മുനീശ്വരൻ കുന്നിലേക്കുള്ള ട്രെക്കിങ്. അപ്പം ഈ ഓഫ് റോഡ് അവസാനിക്കുന്ന ഭാഗത്ത് നമ്മൾ പോകുന്നത് 2 ഭാഗത്തും ടീ പ്ലാന്റേഷനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് കാടിനുള്ളിലൂടെ നടന്ന് വേണം മലയുടെ മുകളിലോട്ട് കയറാൻ. വേറെ രക്ഷയില്ല. ഇടതൂർന്ന് നിൽക്കുന്ന കാടിന് നടുവിലൂടെ നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് നമ്മൾ എത്തുന്നത് ചെറിയ പുൽമേടുകളിലാണ്. അങ്ങനെ ഈ പുൽമേടുകൾ വീണ്ടും നമ്മൾ കടന്നിട്ട് പിന്നെയും കാടിനുള്ളിൽ കയറി ആണ് നമ്മൾ മുനീശ്വരൻ കുന്നിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെത്തുക. അപ്പം ആ കാണുന്ന കുന്നിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് കയറാനുള്ളത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് മുനീശ്വരൻ കുന്നിൻ്റെ ഏറ്റവും മുകളിലാണ്. ഇവിടെ നിന്നാൽ നമുക്ക് ചുറ്റും നമ്മൾ കയറി വന്ന ആ മലയും ഒക്കെ കാണാം.
ശരിക്കും നല്ല നിബിഡമായിട്ടുള്ള കാടാണ് ഈ മുനീശ്വരൻ കുന്ന് നിൽക്കുന്ന ഭാഗം. അതായത് ശരിക്കും സൂര്യപ്രകാശം പോലും താഴേക്ക് എത്താൻ പറ്റാത്ത രൂപത്തിലുള്ള കാടാണ്. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് വയനാടിൻ്റെ മിക്ക ഭാഗങ്ങളും കാണാം. അങ്ങനെ ദൂരെ കാണുന്ന അത് തലപ്പുഴയും അതിനടുത്തുള്ള ഭാഗങ്ങളുമൊക്കെയാണ്. ഇവിടെ നിന്നാൽ മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജ് വരെ നമുക്ക് ഈ മുനീശ്വരൻ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പം നമ്മൾ കയറി വന്നിടത്തുള്ള ടീ പ്ലാന്റേഷനും അതെല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണുന്നുണ്ട്. മുനീശ്വരൻ കുന്നിൻ്റെ മുകളിൽ ഞങ്ങളെത്തിയത് ഉച്ചക്കാണ്, നട്ടുച്ചക്കായിരുന്നു. പക്ഷേ ഇപ്പം ക്ലൈമറ്റെല്ലാം പെട്ടെന്ന് തന്നെ മാറി തുടങ്ങി. വൈകുന്നേരമാകും തോറും അടുത്തുള്ള മലനിരകളിലെല്ലാം കോട ഇറങ്ങുന്നുണ്ട്. ഇപ്പം മുമ്പ് കണ്ടിരുന്ന കുന്നുകളൊക്കെ ഇപ്പം കോടമഞ്ഞ് നിറഞ്ഞ് ഇപ്പോൾ കാണാൻ പറ്റാത്ത രൂപത്തിലായി. ഒരു ഷെയ്ഡൊക്കെ വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം പോകുന്ന വഴിയിലെല്ലാം ആനപ്പിണ്ടവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റിയെങ്കിലും ഒറ്റ മൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പം നമ്മളെപ്പോഴും കാടിനുള്ളിലൂടെ ട്രെക്കിങ്ങിന് പോകുമ്പം ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എല്ലാം നമ്മുടെ കയ്യിൽ കരുതുന്നത് വളരെ ബെറ്റർ ആയിരിക്കും. കാടിനോട് പ്രണയം തോന്നിയ കുറച്ച് സമയമായിരുന്നു മുനീശ്വരൻ കുന്നിലേക്കുള്ള ഈ ഒരു ട്രിപ്പ്.